നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പി ബി റേഷ്യോ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓൺ ടു ഡെഫിനിഷൻ. പി ബി റേഷ്യോൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: പി ബി റേഷ്യോ ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ. ഈ പി ബി എന്ന സംഭവം പ്രൈസ് ടു ബുക്ക് വാല്യൂ. അപ്പോൾ നമ്മൾ നേരത്തെ പി ഇ റേഷ്യോയുടെ വീഡിയോയിൽ കണ്ടായിരുന്നു അല്ലേ? ഈ മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ എന്ന് വെച്ചാൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ബുക്ക് വാല്യൂ പെർ ഷെയർ എന്താണ് അത് നമുക്ക് നോക്കാം. First, PB ratio is a financial ratio used to compare a company's current market value to its book value. Market value divided by book value. Okay. ഈ ബുക്ക് വാല്യൂ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്: ടോട്ടൽ ഷെയർ ഹോൾഡർ ഇക്വിറ്റി മൈനസ് പ്രിഫേർഡ് ഇക്വിറ്റി. ഈ ഒരു ടേം ടോട്ടൽ ഷെയർ ഹോൾഡർ ഇക്വിറ്റി മൈനസ് പ്രിഫേർഡ് ഇക്വിറ്റി, ഇതെന്താണ്? ബുക്ക് വാല്യൂ. ആൻഡ് ഇഫ് വി വാണ്ട് ബുക്ക് വാല്യൂ പെർ ഷെയർ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഈ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് വെച്ചാൽ ദ നമ്പർ ഓഫ് ഷെയർസ് അവൈലബിൾ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഫോർ ദാറ്റ് കമ്പനി. ഓക്കെ, നമ്മൾ ഈ ടോട്ടൽ ഷെയർ ഹോൾഡർ ഇക്വിറ്റി ഈ ഒരു ടേം നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഏത് വീഡിയോ ആയിരുന്നു? ഞാൻ ഗസ് ചെയ്യാൻ സമയം തരാം. 1 2 3 4 5. ഓക്കെ, ഞാൻ തന്നെ പറയാം. ആൻസർ ഇസ് ROE. നമ്മൾ ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റീൻ്റെ വീഡിയോ നമ്മൾ ഈ ടോട്ടൽ ഷെയർ ഹോൾഡർ ഇക്വിറ്റി എന്നൊരു ടേം കണ്ടായിരുന്നു അല്ലേ? ഇതെന്താണ് സംഭവം? ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വീഡിയോ പോയി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ പെട്ടെന്ന് പറയാം. നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ ആസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്, ഇതാണ് ടോട്ടൽ ഷെയർ ഹോൾഡർ ഇക്വിറ്റി. ഈ ടോട്ടൽ ഷെയർ ഹോൾഡർ ഇക്വിറ്റി മൈനസ് പ്രിഫേർഡ് ഇക്വിറ്റി ആക്ച്വലി എന്താണ്? നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ അത് എങ്ങനെ നമുക്കത് മനസ്സിലാവും ഈ ബുക്ക് വാല്യൂ എന്താണെന്ന്? ഓക്കെ, ഇമാജിൻ ഒരു കമ്പനി പെട്ടെന്ന് നാളെ തന്നെ അങ്ങ് പൂട്ടിപ്പോവാം, ബാങ്ക്രപ്റ്റ് ആവുക. അപ്പോൾ ഈ കമ്പനി കടമെല്ലാം തീർത്തിട്ട് ലാസ്റ്റിൽ മിച്ചം വരുന്ന എത്ര പൈസയുണ്ടോ അതാണ് ബുക്ക് വാല്യൂ. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? മീൻസ് ദി എക്സ്ട്രാ അസറ്റ്സ് ദാറ്റ് ദ കമ്പനി ഹാസ് ആഫ്റ്റർ ക്ലിയറിങ് ഓൾ ഇറ്റ്സ് ലയബിലിറ്റീസ് ആൻഡ് സോ ഓൺ. ഓക്കെ, ഇനിയും നമ്മൾ പി ഇ റേഷ്യോ കണ്ടതിന് പോലെ തന്നെ ഇവിടെയും ഓവർ വാല്യൂഡ് ആൻഡ് അണ്ടർ വാല്യൂഡ് കേസസ് ഉണ്ട്. അപ്പോൾ ഹൈ പി ബി റേഷ്യോ കുഡ് മീൻ ദാറ്റ് കമ്പനി സ്റ്റോക്ക് ഇസ് ഓവർ വാല്യൂഡ്, ആൻഡ് ലോ പി ബി റേഷ്യോ കുഡ് മീൻ ദാറ്റ് ദി കമ്പനി സ്റ്റോക്ക് ഇസ് അണ്ടർ വാല്യൂഡ്. ഈ രണ്ട് കേസ് നമ്മൾ പി ഇ റേഷ്യോയിലും കണ്ടായിരുന്നു അല്ലേ? അപ്പം ആയിരിക്കും ഈ പി ബിയും പി ഇ റേഷ്യോയും രണ്ടും സെയിം ആണല്ലോ, അങ്ങനെ വിചാരിക്കുമോ? വിചാരിച്ചാൽ അതിനുള്ള നമ്മളെ വീഡിയോ നെക്സ്റ്റ് വീക്ക് എന്തായാലും ഇറക്കുന്നതായിരിക്കും. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പി ബി റേഷ്യോ ആൻഡ് പി ഇ റേഷ്യോ. ഇപ്പം നമുക്ക് പി ബി റേഷ്യോനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഈ പി ബി റേഷ്യോനെ വേറെ രണ്ട് ടേംസിലും അറിയപ്പെടാറുണ്ട്. വൺ ഇസ് പ്രൈസ് ടു ഇക്വിറ്റി റേഷ്യോ, അതർ ഇസ് മാർക്കറ്റ് ടു ബുക്ക് റേഷ്യോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ടേംസ് അല്ല. പി ബി റേഷ്യോ തന്നെയാണ് ഏറ്റവും ഫേമസ് ടേം, പക്ഷേ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇൻഡസ്ട്രീസ് ദാറ്റ് റിക്വയർ മോർ ക്യാപിറ്റൽ വിൽ യൂഷ്വലി ട്രേഡ് അറ്റ് പി ബി റേഷ്യോസ് മച്ച് ലോവർ ദാൻ ടെക്നിക്കൽ ഫേംസ്. അത് വെച്ചാൽ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ പി ബി റേഷ്യോസിനെ വേറെ രണ്ട് ടേംസിലും അറിയപ്പെടാറുണ്ട്. വൺ ഇസ് മാർക്കറ്റ് ടു ബുക്ക് റേഷ്യോ ആൻഡ് ദി അതർ ഇസ് പ്രൈസ് ടു ഇക്വിറ്റി റേഷ്യോ. ഇത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ല, ജസ്റ്റ് ഒന്ന് ജനറോളജിയിൽ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എന്തായാലും നമ്മൾ എവിടെ പോയി നോക്കിയാലും വെബ്സൈറ്റ്സിലൊക്കെ ആണെങ്കിലും പി ബി റേഷ്യോ തന്നെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടേം. അപ്പം അത് തന്നെയാണ് ഏറ്റവും ഫേമസ് ടേം. നെക്സ്റ്റ്, ഇൻഡസ്ട്രീസ് ദാറ്റ് റിക്വയർ മോർ ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ വിൽ യൂഷ്വലി ട്രേഡ് അറ്റ് പി ബി റേഷ്യോസ് മച്ച് ലോവർ ദാൻ സെ ടെക് ഫേംസ്. ഫോർ എക്സാമ്പിൾ നമുക്കെടുക്കാം ഒരു കൺസ്ട്രക്ഷൻ കമ്പനി. ഓക്കെ, അപ്പോൾ അവർക്ക് മോർ ക്യാപിറ്റൽ വേണ്ടി വരില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർക്ക് കുറേ ആൾക്കാർ വേണം, ലേബർ വേണം, പിന്നെ അവർക്ക് കുറേ റോ മെറ്റീരിയൽസ് വേണമായിരിക്കും, പിന്നെ ഈ സാധനങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യാനും വേണ്ടി മെഷീൻസൊക്കെ കാണും അല്ലേ? ട്രാക്ടേഴ്സ് അല്ലെങ്കിൽ JCB ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണും. പിന്നെ അല്ലാണ്ട് തന്നെ ഇവർക്ക് ഇതൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള കുറേ ബിൽഡിങ്സ് ഒക്കെ കാണും. അപ്പോൾ ഈ മോർ ക്യാപിറ്റലാണ് ഇതുപോലത്തെ കമ്പനീസിന് വേണ്ടിയത് ബിസിനസ് നടത്താനും വേണ്ടി. പക്ഷേ ഇപ്പോൾ ഒരു IT കമ്പനി എടുക്കുകയാണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ അത്രയും ക്യാപിറ്റൽ അവർക്ക് വേണ്ടി വരുമോ? ഇല്ലല്ലേ? ഇപ്പം ഒരു എക്സാമ്പിൾ അടിച്ചാൽ ഇപ്പം എസ്പെഷ്യലി വർക്ക് ഫ്രം ഹോം സിറ്റുവേഷനിൽ IT കമ്പനീസിന് ഓഫീസ് പോലും വേണ്ട അല്ലേ? അവരുടെ എംപ്ലോയീസിന് ഒരു ലാപ്ടോപ്പ് കൊടുത്താൽ മതി, കുറച്ച് ട്രെയിനിങ് നടത്തിയാൽ മതി, എന്നിട്ട് എവിടെ വേണമെങ്കിലും എംപ്ലോയീസിന് ഇരുന്ന് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും അവരുടെ ക്യാപിറ്റൽ എന്തായാലും കുറവായിരിക്കും. അപ്പം എന്താ സംഭവിക്കുക? നമുക്കറിയാം ബുക്ക് വാല്യൂ എന്നുള്ളൊരു ടേം ഡിനോമിനേറ്ററിലുണ്ടല്ലേ? ഈ വാല്യൂ ടെക്നിക്കൽ ഫേംസിന് കുറവായിരിക്കും. വൈ? ബിക്കോസ് ദേ വിൽ ഹാവ് ലെസ് ക്യാപിറ്റൽ. അത്രയും ക്ലിയർ അല്ലേ? ഇപ്പോൾ സെൻറ്റൻസ് കേട്ടിട്ട് നിങ്ങൾ ഫുൾ കൺഫ്യൂഷൻ അടിക്കണ്ട. ജസ്റ്റ് ഈ പറയുന്നത് ജസ്റ്റ് ഫോളോ ഇത് കേട്ടാൽ മതി. ടെക്നിക്കൽ ഫേംസിന് പി ബി റേഷ്യോ നോക്കുമ്പം
ഈ ബുക്ക് വാല്യൂ എന്നുള്ള ഡിനോമിനേറ്റർ മാത്രം കൺസിഡർ ചെയ്യുമ്പം ബുക്ക് വാല്യൂ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സിമ്പിൾ മാത്സ് എടുക്കുകയാണെങ്കിൽ ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ കുറവാണെങ്കിൽ എന്ത് പറ്റും? ആ ഫ്രാക്ഷൻ്റെ വാല്യൂ കൂടും അല്ലേ? അപ്പം ബുക്ക് വാല്യൂ കുറയുമ്പം പി ബി റേഷ്യോ കൂടും. എന്തിന്? ടെക്നിക്കൽ ഫേംസിന്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ എടുക്കുവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ക്യാപിറ്റൽ വേണം അല്ലേ? അപ്പോൾ ബുക്ക് വാല്യൂ കൂടും. അപ്പോൾ പി ബി റേഷ്യോ എന്ത് പറ്റും? ഈ റേഷ്യോ മൊത്തത്തിൽ നോക്കുമ്പം കുറയും. ദാറ്റ്സ് വൈ industries that require more capital will usually trade at lower PB ratios than technical firms. ഇപ്പോൾ ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഇടാൻ മറക്കണ്ട. അത് സോൾവ് ചെയ്ത് പെട്ടെന്ന് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ്, PB ratios are commonly used to compare banks because most assets and liabilities of banks are constantly valued at market values. അപ്പോൾ ഈ മോസ്റ്റ് ഓഫ് ദ ബാങ്ക്സ് നമ്മൾ നോക്കുമ്പം അവർക്ക് ഏകദേശം ഓൾമോസ്റ്റ് സെയിം ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ പാരാമീറ്റേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ ബാങ്ക്സ് എന്നുള്ള ഇൻഡസ്ട്രി എടുക്കുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്നത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ബാങ്ക്സ് ആയിരിക്കും അല്ലേ? അതുകൊണ്ട് ഈ പി ബി റേഷ്യോൻ്റെ പ്രസക്തി വരുന്നത് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബാങ്ക്സ് ഇതുപോലത്തെ കമ്പനീസിനെ അനലൈസ് ചെയ്യുമ്പോൾ ആയിരിക്കും. പിന്നെ വേറൊരു പോയിന്റും ഉണ്ട്. ഈ പി ഇ റേഷ്യോസ് നെഗറ്റീവ് ആവുമ്പം അത് എൻ എ എന്ന് എഴുതി വെച്ചേക്കുന്നല്ലേ? നമ്മൾ കഴിഞ്ഞ പി ഇ റേഷ്യോയുടെ എപ്പിസോഡിൽ കണ്ടായിരുന്നു. നെഗറ്റീവ് പി ഇ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും അത് എൻ എ എന്നായിരിക്കും അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വൈ ഇസ് ദാറ്റ് സോ? ബിക്കോസ് ഇഫ് എ കമ്പനി ഈസ് ഹാവിങ് ലോസ്, ഓക്കെ, അപ്പോഴല്ലേ ഈ നെഗറ്റീവ് വാല്യൂ വരുന്നത്. അപ്പോൾ പി റേഷ്യോ വുഡ് നോട്ട് ബി ഡിസ്ക്രൈബ്ഡ്. പക്ഷേ പി ബി റേഷ്യോ അങ്ങനെയല്ല. പി ബി റേഷ്യോനെ നെഗറ്റീവ് ആകുമ്പോഴും അവർ സ്പെസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബാങ്ക്സ് ഒക്കെ വേണമെങ്കിൽ ഷോർട്ട് ടേമിൽ ഇവർക്ക് വേണമെങ്കിൽ ലോസ് ആയിരിക്കും, വേണമെങ്കിൽ ബാങ്ക്സിന് പ്രോഫിറ്റ് കാണില്ല. പക്ഷെ നമുക്കറിയാം ലോങ് ടേമിൽ എന്തായാലും ബാങ്ക്സിന് കുറേ സസ്റ്റെയിൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, അവർക്ക് ഹെൽപ്പ് കിട്ടിയായിരിക്കും. അല്ലെങ്കിൽ അവരിപ്പോൾ ചെയ്ത ഇപ്പം ലോൺ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്താലെങ്കിൽ പിന്നെ അവർക്ക് എന്തായാലും പ്രോഫിറ്റ് ആയിട്ട് പിന്നെ കിട്ടും. അങ്ങനെയൊക്കെ ഒരു ഹോപ്പ് ഉണ്ടല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പം പി ബി ratios for banks, even though it is negative, will be helpful to analyze financial sectors. But this is not the case for PE ratios. ഇതാണ് മെയിൻ ഡിഫറൻസ്. ഇതിനെ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാൻ PE വേഴ്സസ് PB റേഷ്യോ എന്നുള്ള വീഡിയോ നമ്മൾ ഇറക്കുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് എന്തായാലും അത് വരുന്നതായിരിക്കും, നെക്സ്റ്റ് സാറ്റർഡേ. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ PB റേഷ്യോസിൻ്റെ കേസിൽ ഇമാജിൻ ദ കമ്പനി ഹാസ് 4 crore നമ്പർ ഓഫ് ഷെയർസ്. മീൻസ് ഇത് പൈസ അല്ല കേട്ടോ, ഇത് നമ്പർ ഓഫ് ഷെയർസ് ആണ്. എത്ര ഷെയർസ് ആ കമ്പനിയുടെ എത്ര ഷെയർസ് ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ? ഓക്കെ, ഇമാജിൻ 4 കോടി ഷെയർസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ ഷെയറിനും 10 രൂപ പ്രൈസ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, കമ്പനിയുടെ ബുക്ക് വാല്യൂ ₹8 crore, 8 കോടി രൂപയാണ് ആ കമ്പനിയുടെ ബുക്ക് വാല്യൂ എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ BVPS, ബുക്ക് വാല്യൂ പെർ ഷെയർ എന്തായി? ഒന്നാലോചിച്ച് നോക്കിയേ, സിമ്പിൾ അല്ലേ? ബുക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഓരോ ഷെയറിനും എത്ര ആയിരിക്കും ബുക്ക് വാല്യൂ? ഓക്കെ, അപ്പം 8 crore rupees ഡിവൈഡഡ് ബൈ 4 crore. അപ്പം എന്താ കിട്ടുക? 2 rupees. അപ്പോൾ ഓരോ ഷെയറിനും ഈക്വലൻ്റ് ആയ ബുക്ക് വാല്യൂ എന്താണ്? 2 rupees. അത്ര ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾ പി ബി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പം പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ BVPS അല്ലേ? മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ. അപ്പം എന്താ വരിക? 10 rupees ഡിവൈഡഡ് ബൈ 2 rupees. അപ്പം ആൻസർ എന്താ വരിക? 5. Okay, PB ratio of 5 would mean that the current market value of the company is equal to 5 times its book value. Okay, our company's current market price means 10 rupees is 5 times greater than the book value, which is 2 rupees. അത്രയും ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം, വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, അതുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്നുള്ള പേര് വെച്ച് ഈ സെക്ഷനെ വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഒന്നൊന്നായിട്ട് നോക്കാം. വൺ ഇസ് PB ratio can be calculated either including or excluding intangible assets and goodwill. അപ്പോൾ ഈ കമ്പനിക്ക് നമുക്കറിയാം ടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഗുഡ്വിൽ ഒക്കെ എന്താ? ഒരു കമ്പനിയുടെ നല്ല പേരല്ലേ, സൊസൈറ്റിയിൽ നല്ല പേര്, റെസ്പെക്റ്റ്, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ചിലവർ PB റേഷ്യോയിൽ കാൽക്കുലേറ്റ് ചെയ്യും, ചിലവർ കാൽക്കുലേറ്റ് ചെയ്യില്ല. ബിക്കോസ് ചിലപ്പോൾ നമുക്ക്
അതങ്ങോട്ട് ക്വാണ്ടിഫൈ, അതിനെ അങ്ങോട്ട് എത്രയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ. ഇപ്പം ഒരാളെ വെച്ച് നോക്കുമ്പം ഒരാളുടെ ഡിഗ്നിറ്റി ഇത് എത്രയാ, ഇത് കൂടുതലാണോ കുറവാണോ നമുക്കൊരു നമ്പറായിട്ട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പക്ഷെ ചില കമ്പനീസൊക്കെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്, ചിലവർ കാൽക്കുലേറ്റ് ചെയ്യാറില്ല, ചിലവർ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, ചിലവർ ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഓക്കെ. When intangible assets and goodwill are excluded, the ratio is often specified to be price to tangible book value or price to tangible book. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ജസ്റ്റ് പി ബി റേഷ്യോ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ പി ബി റേഷ്യോ, അങ്ങനെ ജസ്റ്റ് നോർമലായിട്ട്. പക്ഷെ നമ്മൾ ഈ ടേംസ് ഒക്കെ നമ്മൾ നിഗ്ലക്റ്റ് ചെയ്യുക, മീൻസ് നമ്മളത് എക്സ്ക്ലൂഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് എടുത്ത് മാറ്റുകയാണെങ്കിൽ ടാഞ്ചിബിൾ അസറ്റ്സിനെ വെച്ച് മാത്രം നമ്മൾ പി ബി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, പ്രൈസ് ടു ടാഞ്ചിബിൾ ബുക്ക് വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് ടു ടാഞ്ചിബിൾ ബുക്ക്. Next point, a PB ratio of 3 is generally considered as a standard for undervalued stocks. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ, അണ്ടർ വാല്യൂഡ്, ഓവർ വാല്യൂഡ്. നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് എന്താണ് നമുക്കൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? യെസ്, ആ ഇൻഡസ്ട്രിയിലെ എല്ലാ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പി ബി റേഷ്യോ നോക്കുക, അതിനൊരു ആവറേജ് എടുത്തിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ ബാക്കി റേഷ്യോസിലും ബാക്കി ഇൻഡിക്കേറ്റേഴ്സിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സ്ട്രാറ്റജി. എപ്പോഴും ഒരു കമ്പനീനെ സ്റ്റഡി ചെയ്യുമ്പം ആ ഇൻഡസ്ട്രിയിലെ വേറെ പ്ലെയേഴ്സിനെ നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ നോക്കുന്ന കമ്പനി ഇസ് ഇറ്റ് പെർഫോമിങ് എക്സീഡിംഗ്ലി വെൽ, ഇസ് ഇറ്റ് അണ്ടർ വാല്യൂഡ്, ഇസ് ഇറ്റ് ഓവർ വാല്യൂഡ്, ഓർ ഇസ് ഇറ്റ് നോട്ട് അറ്റ് ഓൾ പെർഫോമിങ് വെൽ. ഓക്കെ. പക്ഷേ ഈ പി ബി റേഷ്യോസ് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അത് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇൻ മെനി ഓഫ് ദി കമ്പനീസ് ടുഡേ ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ്സ് ആർ നോട്ട് ഷോൺ ഓൺ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമുക്കറിയാം ഈ അസറ്റ്സ് ഒക്കെ ബുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കും. ആൻഡ് ഇതുപോലത്തെ ഈ അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇതൊക്കെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ കിട്ടുന്ന ഫിഗേഴ്സാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തത്? സം ഫാക്ടേഴ്സ് സച്ച് ആസ് കോപ്പിറൈറ്റ്സ്, ഇന്റലക്ച്വൽ ക്യാപിറ്റൽ, internally generated goodwill or brand awareness are more valuable than the tangible assets listed on this balance sheet for many companies. ഇതിൻ്റെ മീനിങ് എന്താ? ഇന്നത്തെ ഒരു വേൾഡിൽ, എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള ഒരു വേൾഡിൽ ബ്രാൻഡ് അവയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. മീൻസ് കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്താലും ആൾക്കാർക്കൊരു നല്ലൊരു പെർസെപ്ഷൻ വേണം ആ കമ്പനിയെ പറ്റി അല്ലേ. നല്ലൊരു ഫീലിംഗ് ഉണ്ടെങ്കിലേ അവർക്ക് ഈ സാധനങ്ങൾ വിറ്റു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വേൾഡിൽ എന്തായാലും ഇത് ഭയങ്കര വാല്യൂബിൾ ആണ്. പക്ഷെ ഇതൊക്കെ ഒന്ന് എഴുതി വെക്കാൻ പറ്റില്ല അല്ലേ. നമുക്ക് അഡ്വർടൈസ്മെൻറ്റിന് എത്ര ചിലവ് എടുത്തു അതൊക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. പക്ഷെ ആൾക്കാരുടെ മനസ്സിൽ കമ്പനിയുടെ പേര് എത്ര റെസ്പെക്റ്റബിൾ ആണ്, ഇതൊക്കെ നമുക്കൊന്ന് മെഷർ ചെയ്ത് എഴുതിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം ഇതൊക്കെ ഒരു കമ്പനിയുടെ അസറ്റ് തന്നെയാണ്, പക്ഷെ ഇതൊന്നും ബുക്ക് വാല്യൂവിൽ റിഫ്ലക്റ്റഡ് അല്ല. പക്ഷെ ഇതൊക്കെ സ്റ്റോക്കിൻ്റെ പ്രൈസിനെയും മാറ്റും അല്ലേ. ഇപ്പോൾ ഒരു ഗുഡ് ന്യൂസ് വന്നെന്ന് വിചാരിക്കുക, കമ്പനിയുടെ പ്രൈസ് പെട്ടെന്ന് മാറും. ചിലപ്പോൾ മുന്നോട്ട് എന്തായാലും പോകല്ലേ. ഒരു ബാഡ് ന്യൂസ് വന്നാലോ കമ്പനിയുടെ പ്രൈസ് പെട്ടെന്ന് താഴ്ത്തു പോകും. പക്ഷെ ഇതൊന്നും ബുക്ക് വാല്യൂവിൽ അങ്ങോട്ട് റിഫ്ലക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് പി ബി റേഷ്യോ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും അക്കൗണ്ട് ചെയ്യുന്നില്ല. ഇതാണ് പറയാൻ വരുന്ന ലിമിറ്റേഷൻ. This leads to company's market value to be higher than its book value. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോയിന്റിൽ പറഞ്ഞ് പി ബി റേഷ്യോ ഓഫ് 3 is generally considered as undervalued stocks. നമ്മൾ സാധാരണ വിചാരിക്കും ലെസ് ദാൻ 1 ആണെങ്കിൽ undervalued stocks ആയിരിക്കും അല്ലേ. പക്ഷേ ഇതുപോലത്തെ കേസസ് ആയതുകൊണ്ട് ജനറലി അനലിസ്റ്റ്സ് ആൻഡ് എക്സ്പേർട്സ് കീപ് 3 as the widely regarded standard for undervalued stocks. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ജസ്റ്റ് കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തു ടോട്ടൽ ഷെയർ ഹോൾഡർ ഇക്വിറ്റി അല്ലേ. നമ്മൾ പി ബി റേഷ്യോ ഈ ഒരു വീഡിയോ തന്നെ ആദ്യത്തെ ഒരു പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, ടോട്ടൽ ഷെയർ ഹോൾഡർ ഇക്വിറ്റി എന്നുള്ള ടേം, ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്. ആൻഡ് അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ സെയിം ടേം നമ്മൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി ROEൻ്റെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പി ബി റേഷ്യോ ആൻഡ് ROE നമ്മൾ ഒരുമിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ വാട്ട് ഇസ് ROE? നമുക്കൊരു സമ്മറി എടുക്കാം. ROE is the ratio between an organization's equity and net income and provides an investor insight into company's growth prospects. ഇതെല്ലാവർക്കും ഓർമ്മയില്ലേ? Okay. If a company's ROE is totally different with regards to its PB ratio, it indicates a red flag for the investors. ഇതെന്താണ്? ഇപ്പോൾ ഒരു കമ്പനിയുടെ PB ratio ഭയങ്കര ഹൈ ആണ്, പക്ഷേ ROE വളരെ ലോ ആണ്, അല്ലെങ്കിൽ ROE ഭയങ്കര ഹൈ ആണ് പക്ഷേ PB ratio ഭയങ്കര ലോ ആണ്. ഇതുപോലത്തെ കേസസ് ഒക്കെ നമുക്ക് അങ്ങോട്ടൊരു എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്യണം. ഈ റെഡ് ഫ്ലാഗ് എന്ന് വെച്ചാൽ നമുക്ക് എന്തോ ഒരു വാർണിംഗ് സൈൻ ആണ്. നമ്മൾ ചുമ്മാ കാണുന്നത് വിശ്വസിക്കാൻ പാടില്ല, നമ്മൾ ഒന്നുകൂടി ഡീപ്ലി ഇൻസ്പെക്ട് ചെയ്യണം. ഇതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഉണ്ട്. എ ഹൈ PB ratio ആൻഡ് എ ലോ ROE implies that a company is overvalued. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഈ ഹൈ PB ratio എന്ന് വെച്ചാൽ ഓവർ വാല്യൂഡ് തന്നെ ആയിരിക്കും. പക്ഷെ ചില കേസസിലൊക്കെ
ഈ വാല്യൂബിൾ അസറ്റ്സ് ഒന്നും നമ്മൾ ബുക്ക് വാല്യൂവിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പം ദി ഹൈ പ്രൈസ് മേ നോട്ട് മീൻ ദാറ്റ് ദ കമ്പനി ഈസ് ഓവർ വാല്യൂഡ് അല്ലേ? തൊട്ട് മുമ്പേ കണ്ടായിരുന്നു, ഇതൊരു ലിമിറ്റേഷൻ ആണ് ഈ പി ബി റേഷ്യോയുടെ. പക്ഷേ ഒരു കമ്പനിക്ക് ഭയങ്കര ഹൈ പി ബി റേഷ്യോ ഭയങ്കര ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണെങ്കിൽ ഇറ്റ് കുഡ് ഇംപ്ലൈ ദാറ്റ് ദ കമ്പനി ഈസ് ഓവർ വാല്യൂഡ്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ROE പറ്റി ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി അത് കാണാൻ മറക്കണ്ട. ലിങ്ക് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. പിന്നെ ഐ ബട്ടണിലും പോയി നോക്കുക, അവിടെ നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വീഡിയോ ആണ് ROE. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ കൺക്ലൂഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ കണ്ടത്? നമ്മൾ ഫസ്റ്റ് പി ബി റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? പി ബി റേഷ്യോ ഹെൽപ്സ് ടു ഐഡന്റിഫൈ ഹൈപ്ഡ് അപ്പ് കമ്പനീസ് ദാറ്റ് ഹാവ് സർജിങ് സ്റ്റോക്ക് പ്രൈസസ് വിത്ത് നോ അസറ്റ്സ്. അത് വെച്ചാൽ ഓവർ വാല്യൂഡ് കമ്പനീസിനെ പെട്ടെന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും എന്താ ഡിസ്കസ് ചെയ്യുന്നത്? ഇറ്റ്സ് ബെറ്റർ ടു ഗോ വിത്ത് അണ്ടർ വാല്യൂഡ് സ്റ്റോക്സ്. മീൻസ് നമ്മുടെ പൈസയ്ക്ക് മോർ വാല്യൂ ഉള്ള കമ്പനീസിൻ്റെ പുറകെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരു ഗുഡ് അഡ്വൈസ് അല്ലേ? സോ പി ബി റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇച്ചിലൂടെ പെട്ടെന്ന് ഓവർ വാല്യൂഡ് സ്റ്റോക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഹൈപ്ഡ് അപ്പ്. ഓക്കെ, ഉള്ളതിനേക്കാളും കൂടുതൽ സ്റ്റോക്ക് പ്രൈസ് ഉള്ള കമ്പനീസ്. നെക്സ്റ്റ്, പി ബി റേഷ്യോ ഈസ് പ്രിഫേർഡ് ഫോർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ ലാസ്റ്റ് നോക്കേണ്ടത് എന്താ? വി ക്യാൻ യൂസ് വൺ മോർ ടേം കോൾഡ് ROE അലോങ് വിത്ത് പി ബി റേഷ്യോ ടു ഇംപ്രൂവ് അവർ അനാലിസിസ്. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ പി ബി റേഷ്യോൻ്റെ പറ്റിയുള്ള വീഡിയോ. സോ ഐ ഹോപ്പ് ഇറ്റ് വാസ് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ കംസ് അപ്പ്, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. ഗുഡ് ബൈ.